നിന്റെ മമ്മി എന്ത് നല്ലതാ, നിനക്ക് എന്തൊരു ഭാഗ്യവാ. നിനക്കാണെങ്കിൽ നിന്റെ പുറകെ പോലും നിന്റെ മമ്മി നടക്കത്തില്ല. ഇത് 24 മണിക്കൂർ എന്റെ അമ്മ എന്റെ പുറകെ. എനിക്ക് അറിയത്തില്ല, മമ്മി പോയി കഴിയുമ്പോൾ ഞാനങ്ങ് ബോറടിക്കും. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പോലുള്ള മനസ്സ് കാണത്തില്ല. ഞാൻ ഇങ്ങനെ കാത്തിരിക്കും വരാനായിട്ട്. അമ്മ ശ്രീകുട്ടി, നീ എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ കിടന്ന് വിളിക്കാം. നീ ഇവിടെ വന്ന് നിൽക്കി വരുന്ന പെട്ടെന്ന് വാ. ആ വരുന്നമ്മേ, ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു സെക്കൻഡ് ഒരാളുടെ അടുത്ത് കളിക്കാനോ സംസാരിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. പെട്ടെന്ന് കൈ കഴുകിയിട്ട് വന്ന് ഫുഡ് എടുത്ത് വെച്ചേക്കുന്ന വന്ന് കഴി. എന്തും അമ്മ എന്നും കൊന്നും അമ്മയുടെ ഈ അളിഞ്ഞ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നെ കിടന്ന് വിളിക്കുന്നത്. എന്റെ കൂട്ടുകാരുടെ പോലും ഒരു ഇച്ചിരി നേരം ഇരിക്കാൻ അമ്മ എന്നെ കൊണ്ട് സമ്മതിക്കത്തില്ലല്ലോ. അമ്മയും ഓഫീസിൽ പോകും, ഓഫീസിൽ ജോലി എന്ത് രസമായിരിക്കും. ഹണി ഇല്ലയോ, ഹണിയുടെ മമ്മിയെ പോലെ. മമ്മി എന്റെ കൂടെയും കൂടി ഇച്ചിരി നേരം ടൈം സ്പെൻഡ് ചെയ്ത് കൂടായ. മമ്മി എപ്പോ നോക്കിയാലും ഓഫീസിന്റെ ജോലി എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. മോളെ, നിനക്ക് വേണ്ടിയല്ലേ മമ്മി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. കാരണം നിനക്ക് നല്ല ഫുഡ് കിട്ടാൻ വേണ്ടി, നിനക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി. ഇതിനൊക്കെയല്ലേ മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത്. മമ്മി വിചാരിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിന്ന് കിട്ടുന്നതെന്നാ. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമാണ് വരുന്നത്. ആ ശ്രീകുട്ടിയുടെ അമ്മയെ കണ്ട് എപ്പോഴും അവിടെ കൂടെ ഉള്ള